ഇന്നലെ രാത്രി ഞങ്ങളുടെ നാട്ടിൽ ഒരു പുലി വന്നിരുന്നു. വായങ്ങാട്ടെ രാഘവും മുത്തപ്പനും ശോഭമൂത്തയുമാണ് സ്കൂട്ടറിൽ വരുമ്പോൾ രാത്രി 9 മണിക്ക് റോഡിൽ പുലിയെ കണ്ടത്. മലയോരത്തെ ജനവാസ മേഖലയുടെ പേടി സ്വപ്നമായ പുലി കുഞ്ഞു മനസ്സുകളിൽ തീർക്കുന്ന ഭയം എത്രയാണെന്ന് ഈ വരികൾ എടുത്തു പറയുന്നുണ്ട്. വിഹാന്റെ വീടിന് മീറ്ററുകൾ അകലെയാണ് പുലിയൊടുവിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇത് വരയം പുലിയോ മോനെ പുള്ളിപ്പുലിയാ? പുള്ളിപ്പുലി. ഈ ചിത്രം വരക്കാൻ സഹായിച്ചതാരി? അച്ഛമ്മ സഹായിച്ചതാ. ബന്ധുക്കൾക്കുണ്ടായ ഞെട്ടിക്കുന്ന അനുഭവം അതേ തീവ്രതയോടെ കുറിച്ചു വെച്ചിട്ടുണ്ട് വിഹാൻ. സന്ധ്യ മയങ്ങിയാൽ പുറത്തിറങ്ങാൻ പോലും പ്രദേശവാസികൾക്ക് ഇപ്പോൾ ഭയമാണ്. ഒരു ദിവസം റോഡിൽ രാത്രി നമ്മുടെ ബന്ധുക്കളായ 2 പേര് പുലിയെ കണ്ട കാര്യം വീട്ടിൽ സംസാരിക്കുന്നത് കേട്ട് മോൻ പേടിച്ചിരുന്നു. അപ്പോൾ നാട്ടിൽ എന്ത് കാര്യം നടന്നാലും, പൊതുവെ മൃഗങ്ങളും പക്ഷികളുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം നടന്നാലും അവൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഡയറി അന്ന് തന്നെ അവൻ ഡയറി എടുത്ത് അതിലെഴുതി ഞങ്ങളെ കാണിച്ചു. കുട്ടിക്കാലത്തിന്റെ ആഘോഷങ്ങൾക്ക് മേൽ പുലി ഭീഷണിയാവുന്നു എന്നാണ് കുട്ടികളുടെ പരാതി. ഇനിയെങ്കിലും അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. ശരിക്കും ഈ ഡയറി എഴുതുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നല്ലൊരു ശീലമാണ്. 1-ാം ക്ലാസ്സുകാരൻ്റെ ഈ ഡയറി അവന് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അവൻ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എടുത്ത് നോക്കുമ്പോൾ അതൊരു കൗതുകവും ആശ്ചര്യവും ഒക്കെ തോന്നും. നമുക്ക് ഈ വാർത്തയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സാരംഗ് സുരേഷ് ചേരുന്നുണ്ട്. സാരംഗിലേക്ക്. ഇത് വിഹാന്റെ അനുഭവം എന്ന് പറയുന്നത് ശരിക്കും അധികൃതർ കണ്ണു തുറക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ജനവാസ മേഖലയ്ക്ക് ഉള്ളിലേക്ക് പുലികൾ ഇങ്ങനെ എത്തുന്നു. സാധാരണ കുട്ടികളുടെ അവരുടെ ജീവിതം പോലും ഇത്രത്തോളം ആശങ്കയിലാവുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇതുമായി ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം. കാരണം കാസർഗോഡ് മലയോരത്തൊക്കെ തന്നെ ഒരു സമയത്ത് നിരന്തരമായി പുലി ഇറങ്ങുന്നുവെന്ന് ആളുകൾ നേരിട്ട് കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു സമയത്ത് വനംവകുപ്പ് അധികൃതർ പറഞ്ഞുകൊണ്ടിരുന്നത് അത് കാട്ടുപൂച്ചയാണ് അല്ലെങ്കിൽ മറ്റ് കാട്ടുനായ്ക്കളാണ് എന്നൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അതൊക്കെ മാറുകയാണ്. ജനങ്ങൾ നേരിട്ട് പുലിയെ കാണുന്നു. കുട്ടികൾക്കും വീട്ടുകാർക്കും ഒക്കെ തന്നെ വലിയ ആശങ്കയുണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ വിഹാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സാധാരണ 1-ാം ക്ലാസ്സുകാരനാണ്. പെട്ടെന്ന് ഈ പുലിയെക്കുറിച്ചൊക്കെ തന്നെ പറയുന്ന സമയത്ത് എല്ലാവർക്കും പേടി കാണും. അത് നമ്മൾ ആ പേടി ഒളിപ്പിച്ച് അതിനെക്കുറിച്ച് പിന്നെ ചർച്ച ചെയ്യാതെ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുക. പക്ഷേ വിഹാൻ അങ്ങനെയല്ല. വിഹാൻ ഓരോ ദിവസവും തൻ്റെ അനുഭവങ്ങൾ, കാരണം ഡയറി എഴുതുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഒരു തലമുറയെന്നൊക്കെ തന്നെ പൂർണ്ണമായി ഇനി വരുന്ന തലമുറകളിൽ തീരെ ഇല്ലാത്ത ഒരു രീതിയായി മാറുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് വിഹാനെ പോലുള്ള കുട്ടികൾ വ്യത്യസ്തരാകുന്നത്. അവർ എല്ലാ ദിവസവും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 11-ാം തീയതി ഉണ്ടായത് ഈ ഒരു പുലിയുടെ സാമീപ്യം അല്ലെങ്കിൽ സാന്നിധ്യം ഉണ്ടാവുകയാണ് ചെയ്തതെങ്കിൽ മറ്റൊരു ദിവസം വീടിനടുത്തേക്ക് ഒരു പാമ്പ് വന്നു എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഓരോ ദിവസവും രസകരമായ അനുഭവങ്ങളെ ഇങ്ങനെ ചേർത്ത് വിഹാൻ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടെ സൂചിപ്പിക്കാനുള്ളത്. ഡയറിയുടെ വിശേഷങ്ങളും കൗതുകങ്ങളും ഒക്കെ തന്നെ മാറ്റിവെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ കാസർഗോഡിൻ്റെ മലയോരങ്ങൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ പരിഹരിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഒരു പഞ്ചായത്തിനകത്ത് മാത്രം ഒക്കെ 8-10 പുലിയുടെ സാന്നിധ്യമാണ് കണ്ടെത്തുന്നത്. അത്രയും ഭീകരമായ ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ കണ്ടെത്തുന്ന ഈ പറഞ്ഞ ഇരിയണ്ണി പോലുള്ള മേഖലകളിൽ നിന്നൊക്കെ തന്നെ കാസർഗോഡിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ആ പുലികൾ സഞ്ചരിക്കുന്നു എന്നതും ഏറെ ആശങ്കജനകമായ ആശങ്കപ്പെടുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്.